ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കൻ മസാലയാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കേണ്ടത്. ഞാൻ ഇവിടെ ഒരു 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വെല്ലുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക്, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഒരു 3 കൊളുന്ത് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വയ്ക്കുക. നമ്മളൊരു പെപ്പർ മസാല റെഡിയാക്കും. അതിനായിട്ട് 3 ടീസ്പൂൺ പെപ്പർ കോൺസ് എടുക്കും. പിന്നെ 1 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം. ഇത്രയും സാധനം എടുത്തിട്ട് ഒന്ന് നല്ല മണം വരുന്നവരെ ഡ്രൈ റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക കൂളാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേറൊരു പാത്രം എടുക്കുക. എന്നിട്ട് അതിൽ ഓയിൽ ഒഴിക്കുക 2 ടേബിൾ സ്പൂൺ. അതിലേക്ക് കറിവേപ്പില ഇടുക, പച്ചമുളക് ഇടുക, ഒന്ന് സോട്ട് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഉള്ളി അതിലേക്ക് ഇടുക. ഉള്ളി നല്ല ബ്രൗൺ ആകുന്നവരെ സോട്ട് ചെയ്യണം. അതിനനുസരിച്ചുണ്ടാവും നമ്മുടെ കറിയുടെ കളറ്. അതിൻ്റെ നല്ല ഒരു ഗോൾഡൻ, നിങ്ങൾക്ക് എത്ര ബ്രൗൺ ആക്കാൻ പറ്റുമോ അത്രയും ബ്രൗൺ ആക്കുക. 1 ടീസ്പൂൺ ഉപ്പിടും. എന്നിട്ട് ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി നോക്കും. ഉള്ളി സോഫ്റ്റായി കഴിഞ്ഞാൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടും. എന്നിട്ട് നല്ല മൂപ്പിക്കും. എന്നിട്ട് ഉള്ളി ബ്രൗൺ ആവുന്നവരെ സോട്ട് ചെയ്യുക. ഉള്ളി ബ്രൗൺ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് ചിക്കൻ ഒന്ന് 10 മിനിറ്റ് സിയർ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പെപ്പർ മസാല അതിലേക്ക് ഇടും. ഞാൻ ഒരു 3 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ എരിവിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര മസാല വേണമെന്നനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. അതിൻ്റെ കളറും അതിൻ്റെ ടേസ്റ്റും അനുസരിച്ച് നിങ്ങൾക്ക് 3 ടീസ്പൂൺ എന്തായാലും വേണ്ടി വരും മിനിമം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. മസാല പാർട്ട് ബൈ പാർട്ട് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് കവർ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. 30 മിനിറ്റ് കഴിഞ്ഞു. നമ്മളുടെ ചിക്കൻ പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട്. വേണേൽ ഒന്നും കൂടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് മല്ലിച്ചപ്പ് അവസാനമായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചിക്കൻ പെപ്പർ മസാല റെഡിയായി. ചോറിൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രുചിയുള്ള കറിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. അപ്പം റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.